ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവാൻ വേലായുധ സ്വാമിയുടെ ജനന കഥ, അവതാര കഥയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലമുരുകൻ. അങ്ങനെ ഭഗവാൻ ശരവണപ്പൊയ്കയിൽ അവതരിച്ചിരിക്കുന്നു. ഭഗവാനെ നോക്കുന്നതിനായി കാർത്തികമാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ശരവണപ്പൊയ്കയിൽ അവതരിച്ച ബാലമുരുകൻ തൻ്റെ മായാലീലകളാൽ പ്രപഞ്ചവാസികളെ ആനന്ദിപ്പിച്ചു. കുമാരദേവനെ വെള്ളിമലയിലേക്ക് ആനയിക്കണമെന്ന് പരമേശ്വരന് തിരുവുള്ളമുണ്ടാകുന്നു. തൻ്റെ ഇംഗിതം ശക്തിസ്വരൂപിണിയായ ശ്രീ പാർവതീദേവിയെ ഭഗവാൻ അറിയിക്കുന്നു. ദേവിയാകട്ടെ ഇതേ ആവശ്യം ഭഗവാനോടുണർത്തിക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പരമേശ്വരൻ ഉമാദേവിയുമൊത്ത് ഋഷഭവാഹനത്തിൽ യാത്രയാകുന്നു. ആ ദിവ്യദർശനത്താൽ സന്തുഷ്ടരായ ദേവന്മാർ തങ്ങളുടെ ദുഃഖമെല്ലാം അകന്ന് ഭഗവാനെ വന്ദിക്കുന്നു. ബ്രഹ്മാവും മഹാവിഷ്ണുവും പുഷ്പങ്ങൾ ചൊരിഞ്ഞു. ഭൂതഗണങ്ങൾ വാദ്യഘോഷങ്ങൾ മുഴക്കി. പ്രപഞ്ചം വേദമന്ത്രോച്ചരണത്താൽ മുഖരിതമായി. അപ്സരസുകൾ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. സൂര്യചന്ദ്രന്മാർ ശ്രീ പരമേശ്വരന് വെൺകൊറ്റക്കൊട ചൂടി. 1 കോടി ഭൂതഗണങ്ങൾ അകമ്പടി സേവിച്ചു. അങ്ങനെ ഭഗവാൻ ഉമാദേവി സമേതനായി കൈലാസാദ്രിയിൽ നിന്ന് എഴുന്നള്ളുകയാണ്. അവർ ഹിമാലയ സാനുവിൽ സ്ഥിതി ചെയ്യുന്ന ശരവണപ്പൊയ്കയെ പ്രാപിക്കുന്നു. ശരവണപ്പൊയ്കയിൽ കണ്ട കാഴ്ച ഏവരെയും അത്ഭുതപ്പെടുത്തി. 6 പൂർണ്ണചന്ദ്രന്മാർ ആടിയും പാടിയും ചിരിച്ചും കളിച്ചും ഇണങ്ങിയും പിണങ്ങിയും നടക്കുകയാണ്. കുമാരദേവന്റെ അത്ഭുതകരമായ ക്രീഡാവിനോദങ്ങൾ വീക്ഷിച്ച് ശ്രീ പാർവതി പരമേശ്വരന്മാർക്ക് കൺകുളിർത്തു. ദേവാദിദേവന്മാർ സന്തോഷിച്ചു. മാതാപിതാക്കന്മാരെ ദർശിച്ച കുമാരദേവൻ തൻ്റെ കുഞ്ഞിളം വായ തുറന്ന് സർവലോകരെയും ആകർഷിക്കുന്ന രീതിയിൽ പുഞ്ചിരി തൂകി. ഉടൻ തന്നെ പാർവതീദേവി സ്ത്രീ സഹജമായ സ്നേഹത്തോടുകൂടി ശരവണപ്പൊയ്കയിൽ ഇറങ്ങുന്നു. സ്നേഹം, മോഹം, ദയ, കൃപ എന്നീ വികാരങ്ങളോടെ 6 കുമാരന്മാരെയും മാതൃത്വ നിർഭരമായ വാത്സല്യത്തോടെ 2 കരങ്ങൾ കൊണ്ടും വാരി പുണർന്നു മഹാദേവി. ശ്രീ പാർവതീദേവിയുടെ സ്നേഹാശ്ലേഷത്താൽ ശ്രീകുമാരൻ്റെ പല്ലവതുല്യമായ തിരുമേനികൾ ഒന്നായി ഭവിച്ചു. അങ്ങനെ 6 കുമാരന്മാർ ഒന്നിച്ചു ചേർന്ന് ഒറ്റ ശരീരമായി മാറുന്നു. പക്ഷേ ശ്രീകുമാരദേവൻ്റെ 6 ശിരസുകൾ മാത്രം ഒന്നാകാതെ ശേഷിച്ചു. സകല ലോകങ്ങളെയും ലോകജീവജാലങ്ങളെയും ഒന്നായി ഭാവിച്ച് പരിപാലനം ചെയ്തു വരുന്ന ലോകമാതാവ് 6 കുമാരന്മാരെ ഒന്നായി ഒരുവനായി അറുമുഖദേവനായി ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. ലോകമാതാവിൻ്റെ സ്പർശനത്താൽ ഷഡ്ഗാത്രങ്ങൾ ഏകഗാത്രമായി ഭവിച്ചതിനാൽ സ്കന്ദൻ എന്ന നാമം മുരുകദേവന് ഉണ്ടായി. സർവേശ്വരപുത്രൻ സ്കന്ദദേവനായി പാർവതീദേവിയാൽ ആശ്ലേഷിക്കപ്പെട്ട് ശിവശക്തി സന്നിധാനത്തിലേക്ക് അനയിക്കപ്പെട്ടു. സുന്ദരകുമാരനെ തൃക്കൈയിലേന്തി പാർവതീദേവി വാത്സല്യാധികേരത്താൽ ശ്രീകുമാരദേവൻ്റെ പീലി തിരുമുടിക്കെട്ടുകളിൽ മഹാദേവി വിരലോടിച്ചു. പുത്രൻ്റെ പൂന്തിളർമേനിയെ മൃദുലമായി മഹാദേവി ആശ്ലേഷിച്ചു. കുങ്കുമപ്രഭയാർന്ന കവിളുകളിലും നെറ്റിത്തടങ്ങളിലും മുത്തങ്ങൾ ചൊരിഞ്ഞു മഹേശ്വരി ആനന്ദ നിർവൃതി പൂണ്ടു.
മായാ പ്രപഞ്ച നായികയായ മഹാദേവി അരുമക്കിടാവിനെ മടിയിൽ കിടത്തി താരാട്ടുപാടി താലോലിച്ചു. എല്ലാം അറിയുന്ന ലോകമാതാവ് പുത്രവാത്സല്യത്താൽ എല്ലാം മറന്ന് കേവലം ഒരു സാധാരണ മാതാവ് മാത്രമായി. പരമേശ്വര കാരുണ്യം കൊണ്ട് ഉത്ഭവിച്ചതും നിർമ്മലവും ശിവജ്ഞാന തത്വബോധപ്രദവുമായ തൻ്റെ സ്ഥലങ്ങളിലെ ജ്ഞാനമാകുന്ന പാൽ ദേവി കുമാരനു നൽകി. ശക്തിയുടെ ജ്ഞാനമെന്ന മുലപ്പാൽ ഭുജിച്ച കുമാരൻ ജ്ഞാനികൾക്കെല്ലാം ജ്ഞാനിയായ ജ്ഞാനപണ്ഡിതനായും പിതാവിനു പോലും ഉപദേശം നൽകുന്നതിനുള്ള പാണ്ഡിത്യത്തോടു കൂടിയവനായും ഭവിക്കുന്നു. കുമാരദേവനെ ആശ്ലേഷിച്ചുകൊണ്ട് ഭഗവാന്റെ അരികത്തണഞ്ഞ ശ്രീ പാർവതീദേവി ജഗത് പിതാവിനെ വന്ദിക്കുവാനായി പുത്രനോട് നിർദ്ദേശിച്ചു. മാതൃകൽപ്പനയെ ശിരസാവഹിച്ച മുരുകദേവൻ തൻ്റെ പിഞ്ചിളം കരകമലങ്ങൾ കൂപ്പി സർവേശ്വരനെ വന്ദിച്ചു. തൃക്കരങ്ങൾ കൊണ്ട് കുമാരനെ എടുത്തുമ്മ വച്ച മഹാദേവൻ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ച് മടിയിലിരുത്തി ആനന്ദിച്ചു. അദ്ദേഹം കുമാരദേവനെ അനുഗ്രഹിക്കുന്നു. പാർവതീദേവി ഈശ്വരൻ്റെ വാമഭാഗം അലങ്കരിച്ചു. മാതാവിൻ്റെയും പിതാവിൻ്റെയും മധ്യത്തിൽ തേജോമയനായ സ്കന്ദദേവൻ ഉപവിഷ്ടനായി. പാർവതീദേവിയോടും സ്കന്ദദേവനോടും കൂടി ദർശനമരുളുന്ന ശ്രീ മഹേശ്വരനെ സോമാസ്കന്ദമൂർത്തി എന്നാണ് സ്തുതിക്കുന്നത്. ശ്രീ മഹേശ്വരിയുടെയും ശ്രീ മഹേശ്വരൻ്റെയും മധ്യത്തിൽ മുരുകദേവൻ ഇരുന്നരുളിയ കാഴ്ച പകലിനും രാത്രിക്കും മധ്യത്തിൽ സുന്ദര സായാജ്ഞം പ്രത്യക്ഷപ്പെട്ടതുപോലെ മനോഹരമായിരുന്നു. ശിവമാകുന്ന സത്വം ശക്തിയാകുന്ന ചിത്തും മുരുകനാകുന്ന ആനന്ദവും ചേർന്നപ്പോൾ സച്ചിദാനന്ദം ഉണ്ടാകുന്നു. ഋഷഭവാഹനാരൂഢരായ ശിവശക്തി കുമാരന്മാരെ ദർശിച്ച് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും ആനന്ദിക്കുന്നു. ശൂരപത്മാസുരന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു വരുന്ന തങ്ങളെ കാത്തു രക്ഷിച്ചരുളണമെന്ന് ദേവന്മാർ മനം നൊന്ത് മുരുകദേവനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മുരുകൻ്റെ വളർത്തമ്മമാരായ കാർത്തിക കന്യകമാർ അവിടെ എത്തിച്ചേരുന്നു. കൃതജ്ഞതാപൂർവം അവരെ കടാക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: കാർത്തിക മംഗമാരെ, കുമാരദേവനെ നിങ്ങൾ കുറഞ്ഞൊരു കാലം ലാളിച്ചു വളർത്തിയതുകൊണ്ട് നിങ്ങളുടെ പുത്രൻ എന്ന അർത്ഥം ധ്വനിക്കുന്ന കാർത്തികേയൻ എന്ന നാമത്തിൽ മുരുകൻ അറിയപ്പെടുന്നതാണ്. നിങ്ങളുടെ നാളായ കാർത്തിക നക്ഷത്രത്തിൽ കുമാരദേവനെ ഭജിക്കുന്നവർക്ക് ഇഹപരസുഖങ്ങൾ സിദ്ധിക്കുന്നതാണ്. ഇതിനിടെ ശിവസന്നിധിയിൽ എത്തിച്ചേർന്ന 6 മുനികുമാരന്മാർ ഒരു ശാപമോക്ഷത്തിൻ്റെ കഥയും പേറിയാണ് വരുന്നതെന്ന് ദേവി അറിഞ്ഞു. സ്നേഹവാത്സല്യത്തോടെ ഉമാദേവി ശരവണ പൊയ്കയിലിറങ്ങി കുമാരദേവനെ ആശ്ലേഷിച്ചെടുത്തപ്പോൾ മാതൃത്വ മഹിമയിൽ ദേവിയുടെ മാറിടത്തിൽ ചുരന്ന പാൽ ശരവണപ്പൊയ്കയിൽ പതിച്ചുവത്രേ. ജ്ഞാനമാകുന്ന ആ പാൽ ഭുജിച്ച 6 മത്സ്യങ്ങൾ മുനികുമാരന്മാരായി മാറി. വിവരമറിഞ്ഞ് ആശ്ചര്യത്തോടു കൂടിയ ശ്രീ മഹേശ്വരി പരമേശ്വരനോട് കാര്യം തിരക്കി. പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം അറിയുന്ന ദേവി ശിവവചനങ്ങളിൽ കൂടി മഹത്വങ്ങൾ ലോകരറിയുന്നതിന് വേണ്ടി ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിച്ചതായിരുന്നു. അപ്പോൾ മഹാദേവൻ കഥ പറഞ്ഞു. ദേവി വസിഷ്ഠപുത്രനായ ശക്തി മഹർഷി യൗവനപ്രായത്തിൽ തന്നെ മരണത്തെ പോകി. അപ്പോൾ ഗർഭവതിയായിരുന്ന ശക്തി മഹർഷിയുടെ പത്നി പ്രസവിച്ച പുത്രനാണ് പരാശരൻ. പരാശര മുനിക്ക് തപ്തർ, അനന്തർ, നന്ദി, ചതുർമുഖൻ, ചക്രപാണി, മാലി ഇങ്ങനെ 6 പുത്രന്മാരുണ്ടായിരുന്നു. ആ പുത്രന്മാർ നീരാടിയപ്പോൾ ബാലചേഷ്ടകളിൽപ്പെട്ട് മത്സ്യങ്ങൾ മരിക്കുന്നതിനിടയായി. വിവരമറിഞ്ഞപ്പോൾ
പരാശര മഹർഷി കോപിഷ്ഠനായി. മത്സ്യങ്ങളായി ഭവിക്കട്ടെ എന്ന് തൻ്റെ പുത്രന്മാരെ അദ്ദേഹം ശപിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവർ മാത്രമേ സദ്ഗുണസമ്പന്നന്മാരാവുകയുള്ളൂ എന്ന തത്വം പരാശരമുനി ലോകത്തെ ബോധിപ്പിക്കുകയായിരുന്നു ഈ ശാപത്തിലൂടെ. മത്സ്യങ്ങളായി ഭവിച്ച പരാശര കുമാരന്മാർ തങ്ങൾക്കെന്നാണ് ശാപമോചനം സിദ്ധിക്കുന്നതെന്ന് പിതാവിനോട് ചോദിക്കുന്നു. ശരവണപ്പൊയ്കയിൽ ധ്യാനനിരതരായി ഇരിക്കുവാൻ അദ്ദേഹം അവരെ ഉപദേശിക്കുന്നു. മുരുകാവതാര കാലത്ത് പാർവതീദേവിയുടെ ജ്ഞാനപ്പാൽ രുചിക്കുന്നതിന് അവർക്ക് ഇടയാകുമെന്നും അപ്പോൾ ശാപമോക്ഷം കൈവരുമെന്നും അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ശാപമോക്ഷം നേടിയ മുനികുമാരന്മാരാണ് ആഗതരായിരിക്കുന്നതെന്ന് ഭഗവാൻ മഹാദേവിയെ ധരിപ്പിക്കുന്നു. പരാശര മുനികുമാരന്മാർ ശ്രീ പാർവതി പരമേശ്വരന്മാരെയും കുമാരദേവനെയും വന്ദിക്കുന്നു. പ്രാർത്ഥനകൾ ചെവിക്കൊണ്ട് പരമേശ്വരൻ മുനികുമാരന്മാരെ അനുഗ്രഹിച്ച ശേഷം ഇപ്രകാരം അരുളി ചെയ്തു: മുനികുമാരന്മാരെ, തിരുപ്പുറം കുണ്ട്രം എന്നറിയപ്പെടുന്ന മലയിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ചാലും നമ്മുടെ കുമാരൻ പെട്ടെന്ന് തന്നെ അവിടെ എഴുന്നള്ളുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ദർശനവും മോക്ഷവും സിദ്ധിക്കും. ദേവവചനം കേട്ട് സംപ്രീതരായ പരാശര മുനികുമാരന്മാർ തിരുപ്പുറം കുണ്ട്രം എന്ന മലയിലേക്ക് യാത്ര തിരിച്ചു. കാർത്തിക മംഗമാർക്കും ശ്രീ വിഷ്ണു, ബ്രഹ്മദേവൻ, ഇന്ദ്രാദി ദേവന്മാർക്കും വിട നൽകിയ ശേഷം സർവേശ്വരൻ പാർവതി സ്കന്ധസമേതനായി കൈലാസാദ്രിയെ പ്രാപിക്കുന്നു. ഋഷഭവാഹനത്തിൽ നിന്നിറങ്ങി പാർവതീ ദേവിയോടൊപ്പം കുമാരദേവനോടും കൂടി സുവർണ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടനായി. നവവീരന്മാരും അവരുടെ സഹായികളായ ലക്ഷം വീരന്മാരും കുമാരദേവന്റെ കൽപ്പനയും കാത്ത് ഈശ്വര ധ്യാന നിരതരായി ഇരുന്നു. ഹരേ കൃഷ്ണ. ഇങ്ങനെയാണ് മുരുകസ്വാമി ശരവണ പൊയ്കയിൽ നിന്ന് കൈലാസത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ കഥാഭാഗങ്ങളെല്ലാം സ്കന്ദപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സ്കന്ദപുരാണത്തിൽ കാർത്തിക നക്ഷത്രത്തെ പറ്റി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാർ മുരുകദേവനെ പ്രത്യേകമായി വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മുരുകദേവനെ പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് എല്ലാ മാസവും വരുന്ന കാർത്തിക നക്ഷത്ര ദിവസമാണ്. ജാതകദോഷങ്ങൾ കൊണ്ടോ ഗ്രഹപ്പിഴ ദോഷങ്ങൾ കൊണ്ടോ മുൻജന്മദോഷങ്ങൾ കൊണ്ടോ കുടുംബദോഷങ്ങൾ കൊണ്ടോ ഇനി ഈ ജന്മം നമ്മൾ ചെയ്തു പോയ പ്രവർത്തികളുടെ ദോഷങ്ങൾ കൊണ്ടോ ഒക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാ മാസവും വരുന്ന കാർത്തിക നാളിൽ വ്രതമെടുത്ത് മുരുകദേവനെ പ്രാർത്ഥിക്കുന്നത് വലിയ വലിയ ഫലസിദ്ധിയാണ് കൈവരുത്തുന്നത്. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാർ നിർബന്ധമായും വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.